പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള ഇന്ധന വിപണിയെ ഉലച്ചതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്നു. വിമാന ഇന്ധനത്തിന്റെ വില ബാരലിന് $200 വരെ ഉയർന്ന സാഹചര്യത്തിൽ അധിക ചെലവ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള ഇന്ധന വിപണിയെ ബാധിച്ചതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ വിമാന ഇന്ധനത്തിന്റെ വില ബാരലിന് $200 വരെ ഉയർന്ന സാഹചര്യത്തിൽ അധിക ചെലവ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാനാണ് പ്രമുഖ വിമാന കമ്പനികളുടെ തീരുമാനം. ഇന്ധന സർചാർജ് വർദ്ധിപ്പിക്കുന്നതോടെ ഇനി അന്താരാഷ്ട്ര ആഭ്യന്തര യാത്രകൾക്ക് വൻ തുക അധികം നൽകേണ്ടി വരും. ന്യൂസിലൻഡിന്റെ ദേശീയ വിമാന കമ്പനിയായ എയർ ന്യൂസിലൻഡ് ചൊവ്വാഴ്ച മുതൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു. ഏകദേശം $500 ആഭ്യന്തര സർവീസുകൾക്ക് കൂട്ടിയത്. അന്താരാഷ്ട്ര ദീർഘദൂര സർവീസ് ടിക്കറ്റ് ഒന്നിന് $7,500 വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധത്തിന് മുൻപ് $85 മുതൽ $90 ആയിരുന്ന ഇന്ധനവില ഇപ്പോൾ ഇരട്ടിയിലധികമായതോടെയാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് കമ്പനി വ്യക്തമാക്കി. ഏഷ്യൻ വിമാന കമ്പനികളും പ്രതിസന്ധിയിലാണ്. ഹോങ്കോങ് എയർലൈൻസ് ഇന്ധന സർചാർജ് 35.2% വരെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇത് മാലിദ്വീപ്, നേപ്പാൾ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരെ സാരമായി തന്നെ ബാധിക്കും. പ്രവർത്തന ചെലവ് 70% വരെ വർദ്ധിച്ചതോടെ ഇന്ധനത്തിന്മേലുള്ള പരിസ്ഥിതി നികുതി ഒഴിവാക്കണമെന്ന് വിയറ്റ്നാം എയർലൈൻസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാഥെ പസഫിക് ഉൾപ്പെടെയുള്ള കമ്പനികളും നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് സൂചനകൾ. യുദ്ധമേഖലകൾ ഒഴിവാക്കി വിമാനങ്ങൾ ദീർഘദൂര പാതകളിലൂടെ വഴിതിരിച്ചുവിടുന്നത് വിമാന കമ്പനികൾക്ക് ഇരട്ട പ്രഹരമായിട്ടുണ്ട്. വഴിതിരിച്ചുവിടുന്നത് മൂലം യാത്രാസമയം വർദ്ധിക്കുന്നുവെന്നത് മാത്രമല്ല, കൂടുതൽ ഇന്ധന ഉപഭോഗവും വേണ്ടിവരികയാണ്. ഇത് വിനോദസഞ്ചാര മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. യുദ്ധം നീണ്ടുനിന്നാൽ തായ്ലൻഡിന് മാത്രം $1.29 ബില്യൺ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. തിങ്കളാഴ്ച ബാരലിന് $119 എണ്ണവില യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ചൊവ്വാഴ്ച $90 താഴ്ന്നിരുന്നു. ഇത് എയർലൈൻ ഓഹരികൾക്ക് നേരിയ ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റേൺ വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് എന്നിവയുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ആഗോള യാത്രയെ ഇനിയും ബാധിച്ചേക്കാം. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.